ഞാൻ ഇന്നൊരു വാരിയില് മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം തന്നെ ബീഫ് റിബ്സിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചതച്ച കുഞ്ഞു ജീരകം, ഇച്ചിരി കുളം മഞ്ഞള്, മുളക്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ലേശം ഗരം മസാല, ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി യോജിപ്പിച്ചു. ലാസ്റ്റ് 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലോട്ട് ഒഴിച്ച് യോജിപ്പിച്ചിട്ട് 1 മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നെക്സ്റ്റ് ഇത് ഗ്യാസ്മ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു ഡവറയിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസ്മ വെക്കുക. അതിലോട്ട് 5-6 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു കുഞ്ഞു കഷ്ണം പട്ട, 7-8 മുഴുവൻ കുരുമുളകും, ഒരു തക്കോലും, ഒരു ഡ്രൈ ലെമണും, പിന്നെ വേവിച്ച ബീഫിൽ നിന്നുള്ള എണ്ണയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ച ബാസ്മതി റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഊറ്റിയിട്ട് കുക്കറിലോട്ട് ഇടുക. അടുത്തത് ബീഫിന്റെ എണ്ണയും പാലില് മഞ്ഞൾ ചാലിച്ചതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുത്തത് കുറച്ച് ചാർക്കോള് കത്തിച്ചൊരു പാത്രത്തിലിട്ട് ഈ റൈസിന്റെ നടുക്ക് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പുക വരുമ്പോ തന്നെ ലിഡ് അടയ്ക്കണം. ദോശപ്പാൻ ഇടുക, ഗ്യാസിന്റെ മുകളിൽ വെക്കുക. അതിന്റെ മുകളിൽ വേണം കേട്ടോ ഈ കുക്കർ വെക്കാനായിട്ട്. വിസിൽ വരുന്നതിന് മുമ്പ് എടുക്കുക. ഗംഭീര ടേസ്റ്റ് ആയിരുന്നു.